എൻ്റെ പഞ്ചായത്തായ താനാളൂർ പഞ്ചായത്തിൽ 13-ാം വാർഡിലെ ഒരു ഇലക്ഷൻ മത്സരവുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ വാശിയേറിയ മത്സരമായിരുന്നു. പ്രിയപ്പെട്ട സഹപാഠി അസ്ലം MP ആണ് ഞങ്ങളെ വാർഡിൻ്റെ മെമ്പറായി തിരഞ്ഞെടുത്തത്. ഏകദേശം 170 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ വാർഡ് 13-ാം വാർഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷമാണ് എൻ്റെ സഹപാഠി കൂടിയായ 1 മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ അസ്ലം ഒരുമിച്ച് പഠിച്ചതാണ്. അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് ഈ ഒരു ദിവസം അദ്ദേഹം വാർഡ് മെമ്പറായി ചുമതലയേൽക്കുന്ന സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ തിരക്കുകൾക്കിടയിൽ ചെറിയൊരു സമയം നമ്മളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതാണ്. ആദ്യമായി ഞങ്ങളുടെ ഒരു സ്നേഹ പഞ്ചായത്തിലെ ഏകദേശം വോട്ടർമാരുടെ സംഖ്യയിൽ ഒരുപക്ഷെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ തന്നെ അറിയാം നമുക്ക് നമ്മുടെ വാർഡിൻ്റെ ജനസംഖ്യ എത്രത്തോളം ഉണ്ടെന്ന്. ഒരുപാട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ നടക്കാനുണ്ട്. അതിനൊക്കെ അസ്ലമിന് സാധിക്കട്ടെ. 3 സെൻറ്റ് ഇപ്പോൾ മുൻപ് നമുക്ക് അംഗൻവാടിക്ക് കിട്ടിയൊരു ഭൂമി ഉണ്ടായിരുന്നല്ലോ, അത് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഈ 5 വർഷം അതിനോടുള്ള പ്രയോറിറ്റി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അംഗൻവാടി നമ്മുടെ പ്രദേശത്ത് ജനറൽ പോപ്പുലേഷൻ കൂടുതലുണ്ട്. ആരോഗ്യ മേഖലയിൽ കൂടി ഒന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഒരു സബ് സെന്റർ കൊണ്ടുവരാനാണ് നമുക്ക് താല്പര്യം. അത് മുൻകാലങ്ങളിൽ അപേക്ഷ കൊടുത്തിട്ട് ഭരണസമിതികൾ നമ്മളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതിയിലും കൊടുത്തു. സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് അത് ഭേദഗതികൾ വരുത്തി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ശ്രമം നടത്തും. അത് നമ്മൾ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെ തത്വത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റൂ. കാരണം വെള്ളം തിരിച്ചങ്ങോട്ട് പോകുന്ന രീതി ആവരുത്, നല്ല രീതിയിൽ തന്നെ ആയിട്ട് നമുക്കത് ക്ലിയർ ചെയ്യണം. കാരണം പിന്നീട് ഒരു കാലത്തും അവർക്കത് ഒരു സമയബന്ധിതമായിട്ട് ഒരു കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തിട്ട് ആ പ്രദേശത്തെ ആളുകളുടെ, കാരണം മുൻകാല ആളുകളുടെ എക്സ്പീരിയൻസും കൂടി എടുത്തിട്ട് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അടിസ്ഥാനമായിട്ട് ഉള്ളത് റോഡും ആണ് നമ്മുടെ വാർഡിലെ കുറേ പ്രശ്നങ്ങളുള്ളത്. അതിനാണ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കാനുള്ള തീരുമാനം. പിന്നെ 2ാം സ്ഥാനം നമ്മൾ വിദ്യാർത്ഥികൾക്കുള്ള അംഗനവാടി, അതിവിടെ ഒരു ഘട്ടത്തിലെത്തിയിട്ടുള്ളൂ, പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസ യോഗ്യമാക്കിയിട്ടില്ല. അതിനാണ് 2ാമത് നമ്മൾ ചെയ്യുന്ന എല്ലാം മുൻഗണനാ ക്രമത്തിൽ തന്നെ അത് നമ്മൾ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഇപ്പോൾ 5 വർക്കുകൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു പോകേണ്ടതുണ്ട് അടിയന്തര സാഹചര്യത്തിലുള്ള. അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത് ഇന്ന് അതിൻ്റെ കരാറുകാരുമായി ഏകദേശം സംസാരിച്ചിട്ടുണ്ട്. അവർ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ പണി പുരോഗമിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ ഏകദേശം റോഡുകളുടെ വർക്ക് നമുക്ക് ഈ മാസം തന്നെ അവസാനത്തിനുള്ളിൽ തുടരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അംഗനവാടിയുടെ പണി പൂർത്തീകരിച്ച് വിദ്യാർത്ഥികൾക്കത് പഠനയോഗ്യമാക്കണം. കാരണം ഇപ്പോഴും പിഞ്ചു മക്കൾ ആ ക്വാർട്ടേഴ്സിലാണ്, വാടക കെട്ടിടത്തിലാണ് നിൽക്കുന്നത്. മനസ്സുകൾ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളത് നല്ലൊരു രീതിയിലേക്ക് ആക്കണം. കാരണം നല്ല ചൂടാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ അവർക്കതിലുള്ള പ്രയാസം നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ദ്രുതഗതിയിൽ അതിൻ്റെ പണി പുരോഗമിക്കും. തീർച്ചയായിട്ടും നല്ല ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിങ്ങുകളാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ താങ്കൾക്ക് സാധിക്കട്ടെ എന്ന് ജനങ്ങളെ സപ്പോർട്ടോടു കൂടി അവർ ആ പ്രദേശത്തെ വിഷയങ്ങൾ ആ പ്രദേശത്തെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനാണ് നമ്മുടെ പാർട്ടിയിലെയും പിന്നെ മൊത്തത്തിലുള്ള ആളുകളെ എല്ലാം ഒരു കുടക്കീലാക്കിക്കൊണ്ട് ആ വികസനം പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള താല്പര്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു.